പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് നാളുകളായി തമ്മിൽ സംസാരിച്ചിട്ട് ഇത്തവണ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അവരുടെ പിറന്നാൾ ദിനമാണ് സെപ്റ്റംബർ 5. അദ്ദേഹം അത് അധ്യാപക ദിനമായിട്ട് ആചരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അന്നു മുതൽ ഭാരതത്തിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മളെ എല്ലാവരും മനസ്സിൽ എന്നും ഓർക്കേണ്ട ഒരു പല വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഗുരുക്കന്മാർ. എല്ലാവരും നമ്മളെ ആദ്യ അക്ഷരം പഠിപ്പിച്ച ഗുരു മുതൽ സകല ചരാചരങ്ങളിലും ഗുരുക്കന്മാരുണ്ടെന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാ ജീവികളിൽ നിന്നും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു സന്ദേശം തന്നിട്ടുള്ള ഒരു സംസ്കൃതിയാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ മനസ്സിൽ സകല ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നൊരു സന്തോഷം തരുന്ന കാര്യമുണ്ട്, ഒന്ന് സങ്കടം തരുന്ന കാര്യവുമാണ്. അതിൽ സന്തോഷം ആദ്യം പങ്കിടാം. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് അഭിമാനമാണ് എന്നും. എനിക്ക് കുറച്ച് കുട്ടികളെങ്കിലും ഒക്കെ നമ്മളെ ഓർക്കുന്നു, നമ്മളോട് സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരു വലിയ റിവാർഡാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവാർഡാണ് നമ്മളോട് കുട്ടികൾ കാണിക്കുന്നത്. എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഒരു ടീച്ചർ വിളിയും, പഠിപ്പിക്കണം എന്നും അവരെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കണമെന്ന് തന്നെയൊന്നും അത്രയൊന്നും ഉള്ള കാര്യമല്ല. നമ്മൾ പല കാര്യങ്ങളിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് അവർ നമ്മളെ ടീച്ചർ എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ കോളേജിൽ തന്നെയാണേലും ഫിലോസഫിയിലെ കുട്ടികൾ മാത്രമല്ലായിരുന്നു പ്രിയപ്പെട്ടവർ. എനിക്ക് മിക്ക ഡിപ്പാർട്ട്മെന്റിലെയും കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ വളരെ സ്നേഹം പുലർത്തിയിരുന്നു. അപ്പം അങ്ങനെ എനിക്കൊരു അഭിമാനമായിട്ടാണ് ഒരു അധ്യാപക വൃത്തിയെ ഞാൻ കാണുന്നത്. കാരണം അത് ഈശ്വര നിയോഗമാണ്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ സ്വാമി നിത്യ ചൈതന്യയതി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുമെങ്കിൽ മാത്രം അധ്യാപക വൃത്തി സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഒരു അധ്യാപകനും മുൻപിലിരിക്കുന്ന കുഞ്ഞും തമ്മിലുള്ള ബന്ധം മാതാവും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന് തുല്യമെന്നർത്ഥം. അപ്പം എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും, നമ്മൾ കുട്ടികളുടെ ചിന്തകളെ ഒരു അധ്യാപകൻ കാണണം. അവന്റെ മുഖത്തിൽ നിന്നും അവന്റെ പെരുമാറ്റത്തിൽ നിന്നും മുഖഭാവങ്ങളിൽ നിന്നും അവന്റെ ചിന്ത എന്താണ്, ആ ചിന്തകളെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന മാർഗനിർദ്ദേശങ്ങൾ അവന് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ അനേകം കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ, എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ എല്ലാവരെയും ഞാൻ നമിക്കുകയാണ്. അവരൊക്കെ കാരണം തന്നെ എനിക്കും ഈ ഒരു അധ്യാപക വൃത്തിയിൽ തുടരാൻ സാധിച്ചത്. ഞാൻ പഠിപ്പിച്ച കുട്ടികളെയും പഠിപ്പിക്കാത്ത കുട്ടികളെയും എല്ലാ നക്ഷത്ര കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷ വർത്താനം പറയാം. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി സുദർശൻ ആന്ധ്രാപ്രദേശിൽ പോയി ഒരു സ്കൂള് തുടങ്ങി. അങ്ങനെ പോളും തുടങ്ങിയിട്ടുണ്ട് മധ്യപ്രദേശില്. പോൾ എന്ന് പറഞ്ഞ സ്റ്റുഡന്റും അവരൊക്കെ ഇപ്പൊ വളരെ സീനിയേഴ്സ് ആയിരുന്നു. അപ്പൊ അതിൽ സുദർശൻ എന്നെ മിനിഞ്ഞാന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് അപ്പം എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോ എന്നോട് ടീച്ചറെ ഒരു സന്തോഷ വർത്താനം ഉണ്ട്, എനിക്ക് ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്, ആ ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് എനിക്കാണ് എന്ന്. സോ സുദർശൻ, ഐ ആം പ്രൗഡ് ഓഫ് യു. നമ്മുടെ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ഉയർന്ന നിലയിലുള്ള ഒരു ടീച്ചർ അവാർഡ് കിട്ടുക, നല്ല ഒരു അതും അന്യനാട്ടിൽ പോയി, ആന്ധ്രാപ്രദേശിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു അവാർഡ് മേടിക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട്, എങ്ങനെ ആ കുട്ടികളെ സുദർശൻ നയിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ആ സ്കൂളിലെ കുട്ടികളെ
എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്രമല്ലല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവന്റെ ചിന്തകൾക്ക് നിറങ്ങൾ കൊടുക്കുന്ന അധ്യാപകനായിരിക്കണം സുദർശൻ. അതുകൊണ്ടാണ് ഈ ഒരു ടീച്ചർ അവാർഡ് കിട്ടിയത്. സുദർശനെയും ഭാര്യയെയും, അവരും ആ സ്റ്റാഫിലുണ്ട്, അവിടുത്തെ അധ്യാപകരെയും ഒക്കെ ഞാൻ ഈ സമയത്ത് അഭിനന്ദനം നൽകുകയാണ്. എനിക്കും അഭിമാനമാണ്. സുദർശന്റെ ഫ്രണ്ട്സിനും ആ ബാച്ചിൽപ്പെട്ട എല്ലാവർക്കും ഒരു അഭിമാനം നൽകുന്ന ഒരു വാർത്തയാണ്. അതൊരു വളരെ സന്തോഷമാണ്. നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന നിലയിലേക്ക് വരിക. എല്ലാ കുട്ടികളും ഒരുമാതിരി, ഞാൻ ഓർക്കാറുണ്ട്, ഒരുമാതിരി കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഒരു നല്ല നിലയിൽ ജീവിക്കാൻ പഠിച്ച കുട്ടികളാണ്. അതാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ അതൊരു സന്തോഷ വർത്താനം. സങ്കട വർത്താനം എന്തെന്ന് പറഞ്ഞാൽ, ഒരു 3-4 ദിവസം മുൻപ് തന്നെ മുൻപിലത്തെ പത്രത്തിലും ന്യൂസിലും ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ജനസംഖ്യയെ മറികടക്കണോ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യാ നിരക്കുന്നത്. വളരെ നമുക്ക് വിഷമം തരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൗമാരക്കാലം എന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ട്രെയിനിങ് കിട്ടേണ്ട സമയത്ത്, ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് ആനന്ദകരമായി ചിലവഴിക്കേണ്ട സമയത്ത്, വലിയ പ്രാരാബ്ധങ്ങളൊന്നും അവരുടെ തലയിലേക്ക് വരാത്ത സമയത്ത്, പഠനം എന്ന ഒരു പ്രക്രിയ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതലും മുൻപോട്ട് പോകേണ്ട സമയത്ത്, അവന്റെ ഭാവി ജീവിതം എങ്ങനെ പോകണമെന്ന് ആലോചിച്ച് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ട സമയത്ത് ഈ ലോകത്ത് നിന്ന് അവൻ പോകുക എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമാണ്. അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു, ആത്മഹത്യാ നിരക്ക് കൂടുന്നു. ഏതാണ്ട് 144 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ 40 കോടി വിദ്യാർത്ഥികളാണ്. 40 കോടി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 80 കോടി മാതാപിതാക്കൾ. അതിൽ 1% എത്രയോ ശതമാനത്തിലുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ ഇടയിലുള്ള ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കൂ. അതിന്റെ കാരണങ്ങളാണ് പലതും. ഏറ്റവും പ്രാധാന്യമായിട്ട് അവർ പറയുന്ന 3-4 കാരണങ്ങളും ആ സർവേ നടത്തിയവർ പറയുന്നുണ്ട്. ഒന്ന്, വിഷാദരോഗം. ആ വിഷാദരോഗം ഏതാണ്ട് ജലദോഷം പോലെ ആയി മാറിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത്ര പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു രോഗമായി വിഷാദരോഗം കുഞ്ഞുങ്ങളിലേക്ക് വരുന്നു. പിന്നെ ഈ നമ്മുടെ സമൂഹവുമായിട്ടുള്ള ബന്ധമില്ലായ്മ ഒരു വലിയ കാരണം. അവരവരിലേക്ക് തന്നെ സ്വയമായിട്ട് തിരിച്ചു പോകുന്നു, അവനവനിലേക്ക് തന്നെ. അല്ലാതെ സമൂഹത്തിലേക്ക് അവന്റെ ചിന്തകളെ വിടുന്നില്ല, അവന്റെ പെരുമാറ്റങ്ങൾ സമൂഹത്തിലേക്ക് പോകുന്നില്ല. അവനിലേക്ക് തന്നെ ഒതുങ്ങുന്നു. അതാണ് ഏറ്റവും നല്ലത്. ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളത് ഒരു കാരണം. 2, അവന്റെ ഇഷ്ടമുള്ള വിഷയം പഠിക്കുവാൻ അവൻ അനുവാദം ഇല്ലെങ്കിൽ അവന് അത് കിട്ടിയില്ല. ആ ഒരു കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട്, അവന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം അവന് കിട്ടിയില്ല പഠിക്കാൻ, അതൊരു കാരണം. പിന്നീട് അവന്റെ കൂട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ, പിയർ പ്രഷർ എന്നുള്ളത്. പിന്നീട് ഡിജിറ്റൽ വിപ്ലവം. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ വിപ്ലവമാണ് ഇപ്പൊ നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അവരിലേക്ക് തന്നെ ഒതുങ്ങുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം ഈ ഡിജിറ്റൽ വിപ്ലവം ആണ്. അപ്പൊ ഇങ്ങനെ പല പല കാരണങ്ങളാണ് ഇവര് പറയുന്നത്. ഇതിൽ നമുക്ക് ഈ സമൂഹത്തിൽ നിന്നുള്ള അവന്റെ ഒരു അകൽച്ച നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ആകുന്നത് ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞ് പതുക്കെ 25 വയസ്സിനകമാണ് അവന് പക്വത എന്ന് പറയുന്നത്, മെച്യൂരിറ്റി. എങ്ങനെ പെരുമാറണം, വേറൊരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇല്ലേ അവൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ശരിയായ ഒരു ബോധം അവനിലേക്ക് വരുന്നതൊക്കെ ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കാണ്. മറ്റേതൊക്കെ കൗതുകത്തിന്റെ പുറത്താണ് അവൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് അവനൊരു വഴികാട്ടി ഉണ്ടാവണം. മെന്റേഴ്സ് എന്ന് നമ്മൾ പറയും, ഉപദേശകരല്ല കേട്ടോ. ഉപദേശം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമുക്ക് വഴികാട്ടികളായിട്ട് ടീച്ചേഴ്സ് ആണെങ്കിലും ഞാൻ പറയും, അവന് വഴികാട്ടികളാവാൻ അവന്റെ മാതാപിതാക്കൾക്ക് ആവാം, ടീച്ചേഴ്സിനാവാം, അവന്റെ കൂട്ടുകാർക്കാവാം, സമൂഹത്തിനാവാം. അപ്പൊ ഇങ്ങനെ വഴികാട്ടിയായിട്ട് അവനെ നയിക്കുവാൻ പ്രാപ്തരായിട്ടുള്ളവരുണ്ടാകണം. ഇനി
അതിനാ ഞാൻ പറഞ്ഞ വീട്ടിലാണെങ്കിലും ഈ ഒറ്റപ്പെടലിൽ നിന്ന് വീടുകളൊക്കെ തുരുത്തുകളായി മാറുന്നു എന്ന് അവർ തന്നെ ആ സർവേയിൽ പറയുന്നു. വീടുകളിൽ കൂടുതൽ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാവണം. അവന്റെ ദുഃഖങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. വൈകാരികവും മാനസികവുമായ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ട്. അതിൽ നിന്നാണ് വിഷാദ രോഗം. അപ്പൊ ഇത് പങ്കിടുവാൻ അവനുള്ള വേദികൾ ഇല്ലാതാകുന്നു, ഇടങ്ങൾ ഇല്ലാതാകുന്നു, ഈ ദുഃഖങ്ങളൊക്കെ. അപ്പൊ ഇത് അവന്റെ ഉള്ളിലേക്ക് തന്നെ അവൻ ഒതുക്കുകയാണ്. അത് അവസാന ആത്മഹത്യയിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്ക് പോകാതെ നോക്കേണ്ട ഒരു കടമ ഈ അധ്യാപക ദിനത്തിൽ എല്ലാവർക്കും ഉണ്ട്. അധ്യാപകർക്ക് വളരെ പ്രാധാന്യമായിട്ട് അവർക്കൊരു റോളുണ്ട്. കാരണം ഏതാണ്ട് 10 മണി മുതൽ 4 മണി വരെ അവർ നമ്മളുടെ കൂടെയാണ് ഈ കുഞ്ഞുങ്ങൾ. എത്രയോ ദിവസം, ഒരു കൊല്ലത്തിൽ 2 മാസം ഒഴിച്ച് ബാക്കി 10 മാസത്തില് മിക്ക ശനി ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങൾ അവർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇവരെ മനസ്സിലാക്കുവാൻ നമ്മൾക്ക് സാധിക്കും. ഈ ഒരു അധ്യാപകർക്കുള്ള പങ്ക് ഞാൻ പറയുകയാണ്. അവർക്ക് ഇതിലൊന്നുകൂടി ശ്രദ്ധയോടുകൂടി, കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ ഭാവിയെ എങ്ങനെ ശോഭനമാക്കാമെന്നുള്ള ഒരു ചിന്തയും കൂടി ഉണ്ടാവണം. അതിന് ഈ സർവേ എല്ലാവരും അതൊന്നും ഇപ്പൊ എല്ലാ ഗൂഗിളിലും ഒക്കെ ഉണ്ട് ഈ ഒരു ടോപ്പിക്ക്. അപ്പൊ ഇതൊന്ന് നോക്കി, ഇതൊന്ന് വായിക്കണം. അതിന്റെ റീസൺസ് എല്ലാം അവർ പറയുന്നുണ്ട്. ഇതിന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? അതിന് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളെ കേൾക്കുവാൻ തയ്യാറാകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് പറയുന്നുണ്ട്. കുട്ടികളെ കേൾക്കുവാൻ നിങ്ങൾ ചെവികൾ കൊടുക്കുക. അവര് പറയാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാകുക. കുറച്ചും കൂടി കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുക. അവരുടെ എന്താണ് അവരുദ്ദേശിക്കുന്നതെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇങ്ങനെയുള്ള ഇടങ്ങൾ വീടുകളിൽ ഉണ്ടാവണം. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ പ്രഷർ അവർക്ക് കൊടുക്കാതെ അവരുടെ എങ്ങനെയാണ് അവരെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുക, എല്ലാവരും ഒരുപോലെയല്ല, അതും നമ്മൾ ഓർക്കണം. എല്ലാവർക്കും വ്യത്യസ്തരാണ്. നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളും വ്യത്യസ്തത പുലർത്തുന്നതാണ്. അപ്പൊ ഒരാളെ പോലെ ആവാൻ സാധ്യതയില്ല. പക്ഷെ എല്ലാവരിലും അനന്തമായ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാവണം. അപ്പൊ അധ്യാപക ദിനത്തില് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എൻ്റെ അധ്യാപക ദിനത്തിൽ പറഞ്ഞത് കൊണ്ടാണ് അത് കൂടുതൽ പറയാത്തെങ്കിലും അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ വായിച്ചാണ് എനിക്കും എൻ്റെ ഫിലോസഫി എന്ന സബ്ജക്റ്റിലേക്ക് ഒരു ആകർഷണം ഉണ്ടായത്. അപ്പം അങ്ങനെ അതെനിക്ക് അഭിമാനമാണ്. എൻ്റെ സബ്ജക്റ്റിനെ കുറിച്ചും അഭിമാനം. അങ്ങനെ ഒരു ഫിലോസഫി അധ്യാപിക എന്ന നിലയിൽ അറിയുവാനും എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ കുട്ടികളെയും ഒക്കെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കൂടാതെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന, ഞാനിപ്പോ ഇന്ന് എനിക്ക് തൃപ്പൂണിത്തുറ സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അധ്യാപനം തുടങ്ങിയത്, അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളില്. ആ സ്കൂൾ 50 വർഷത്തിന്റെ നിറവിലാണ്. ഒരു CBSE സ്കൂള്, ഒരു പ്രൈവറ്റ് മേഖലയിൽ 50 വർഷം തികയുന്ന സ്കൂളായി മാറുകയാണ് തൃപ്പൂണിത്തുറ NSS ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ 1979 ജൂൺ 29 ഞാൻ ആദ്യമായി ഒരു അധ്യാപികയായി മാറിയത്. ആ സ്കൂളിനെ എൻ്റെ 50ാം ഗോൾഡൻ ജൂബിലി നിറവിൽ ഞങ്ങൾ പഴയ അന്ന് ജോലി ചെയ്തിരുന്നവരെയൊക്കെ ഇന്ന് ആദരിക്കുകയാണ്. അപ്പം അതിന് ഞാൻ പോവുകയാണ്. എനിക്ക് അതും എനിക്ക് എന്തൊരു സന്തോഷമാണ്, ഭാഗ്യം. അഭിമാനത്തിനെക്കാട്ടിലും മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നതിൽ കുറേ അധ്യാപകർ ഇന്ന് വരുന്നുണ്ട്. അവിടെ കുട്ടികൾ വരുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ വരുന്നുണ്ട്. ഇതൊക്കെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, അന്ന് മുതൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ അധ്യാപകരെയും ഞാൻ ഓർക്കുകയാണ്. അവരൊക്കെ എനിക്ക് തന്നിട്ടുള്ള സഹകരണം, അവർ തന്നിട്ടുള്ള അറിവുകൾ, ഇതൊക്കെ ഉണ്ട്. എൻ്റെ കൂടെയുള്ള, പ്രത്യേകിച്ച് എൻ്റെ ഫിലോസഫിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സരോജിനി അമ്മ ടീച്ചർ മുതൽ ശ്രീകണ്ഠൻ സാറ്, ഒത്തിരി പേര് ഗസ്റ്റ് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. കാർത്തിക, മണി, സുമുഖി, ഒത്തിരി പേര് എൻ്റെ കൂടെ, ദീപ, തങ്കം, എത്രയോ പേര് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു ഫിലോസഫിയിൽ.
അവരെയൊക്കെ ഞാൻ ഓർക്കുകയാണ്. അവരുടെയൊക്കെ ഒരു സഹകരണം കൊണ്ടാണ് എനിക്ക് ആ കോളേജിൽ നിന്ന് 2012 സന്തോഷത്തോടെ ഇറങ്ങുവാൻ സാധിച്ചത്. എല്ലാവരെയും ഒന്നുകൂടി സ്മരിക്കുകയാണ്. എനിക്ക് വിദ്യ തന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ഇരിക്കുക. സ്നേഹത്തോടെ വിട പറയുന്നു.